ഇന്നത്തെ ഈ ചുറ്റുപാടിൽ, ഈ വേനലിൽ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും രുചിക്കാനും മണക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. മനസ്സിനെ ഒന്ന് ഒരല്പസമയം ഒന്ന് സഞ്ചരിപ്പിച്ചോളൂ, ഓർത്തെടുത്തോളൂ. പതുക്കെ ഓർത്തെടുത്ത് കഴിഞ്ഞു അല്ലേ? ഇനി കണ്ണ് തുറക്കാം കേട്ടോ. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ സർ? കാണാം. വേനലിന്റെ കാഴ്ചകളാണ് നമ്മളെല്ലാവരും കണ്ടത്. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ കണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് വൈ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ചിലപ്പോൾ വ്യത്യസ്തമായും കണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളെ ഒറ്റ വാക്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ വളരെയധികം സന്തോഷമായിരുന്നു. താങ്ക് യു വെരി മച്ച്. വേനലിന്റെ കുളിരി നിറക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആളുകളെല്ലാം ഈ വേനലിൽ ഇങ്ങനെ തന്നെയാണോ കാണുന്നത്? കാലത്തെപ്പറ്റി, കാലാവസ്ഥയെപ്പറ്റി പരാതികളാണോ പ്രശംസകളാണോ കൂടുതൽ? കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കരുണ അറിയാതെ എന്തൊരു ചൂട്, എന്തൊരു കലികാലം, ഈ വേനൽ ലോകം തന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ കാലത്തെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി പോകുന്നുണ്ടോ എന്നൊരന്വേഷണം. ജോർജ് സർ നമ്മെ എന്നും നന്ദിയുടെ, കൃതജ്ഞതയുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വേനലിന്റെ അനുഗ്രഹങ്ങളെ കാണാതെ പോകുന്നുണ്ടോ? ഒരു ഹൈപ്പർബലിക് ആവുന്നുണ്ടോ? നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോ കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മെ മരവിപ്പിക്കുന്ന ഒരു തണുപ്പിന്റെ കാഠിന്യത്തിലും നാം പിറുപിറുക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ചിലപ്പോൾ അങ്ങനെയാണ് ഈ യാഥാർത്ഥ്യം. അതിന് പല കാരണങ്ങളും ഉണ്ട്. എനിക്കും ഉണ്ട് കാരണങ്ങൾ. നമ്മൾ വേനലിന്റെ വളരെ സുന്ദരമായ, നമ്മുടെ മനസ്സിനെ വളരെയധികം ആനന്ദം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ചില സമയത്ത് ഈ വേനലിന്റെ പിറകിലും ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ണൂരിലെ സനലിനെ, സഹോദരനായ സനലിനെ ഞാൻ ഓർക്കുന്നു. നമ്മൾ വായിച്ചതാണ് പത്രത്തില്. സൂര്യതാപമേറ്റ് നമ്മെ വിട്ടുപോയ സഹോദരൻ. വെള്ളം പറ്റിയ കിണറിനരികിൽ നെടുവീർപ്പിടുന്ന നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള ഒരുപാട് അമ്മമാര്, കുഞ്ഞുങ്ങൾക്ക് പുറത്തുപോയി കളിക്കാൻ കഴിയാതെ വീഡിയോ ഗെയിംസിന്റെ മായിക പ്രപഞ്ചത്തിൽ ആറാടുന്ന ഉണ്ണിക്കണ്ണന്മാരെ നോക്കി നെടുവീർപ്പിടുന്ന അച്ഛനമ്മമാരുടെ ഉത്കണ്ഠകൾ, പാരൻസിന്റെ ഉത്കണ്ഠകൾ നമുക്ക് ഈ സാഹചര്യത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ അറിയുന്നു. അവരെയെല്ലാം നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. അവരെല്ലാം നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വേനലിന്റെ അനുഗ്രഹങ്ങളെ ഒന്ന് തേടിപ്പോയാലോ? വേനലിന്റെ അനുഗ്രഹങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കാം. വേനലിന്റെ വെളിച്ചത്തെ ഒന്ന് തേടാനുള്ള ഒരു ശ്രമം. അതാണ് ഇന്ന് ഈ പ്രഭാതത്തില് വിഷയമായിട്ട്, ധ്യാന വിഷയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മൈൻഡ് പ്ലസ് അങ്ങനെയാണല്ലോ, വെയിലിനെ പോലും കുളിരാക്കുന്ന ഇടമാണ്. വെയിലിനെ പോലും കുളിരാക്കുന്ന ഇടമാണ് മൈൻഡ് പ്ലസിലെ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വിഷയം വേനൽ വെളിച്ചം.
വേനലിനെ പറ്റി നമ്മൾ ഒരുപാട് പരാതികൾ പറയുമ്പോഴും വേനലിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? എന്താണ് വേനലിന്റെ അനുഗ്രഹങ്ങൾ? കഠിനമായ ചൂടിലും തീക്ഷ്ണമായ സൂര്യപ്രകാശത്തിലും ദൈർഘ്യമേറിയ പകൽ സമയങ്ങളും നന്നായി വളരുന്ന ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും അവർക്കുള്ള ഒരു അനുഗ്രഹീത കാലമാണ് ഈ വേനൽ എന്ന് പറയുന്നത്. കാരണം ചൂടുള്ള മാസങ്ങളിൽ ഭക്ഷണം നൽകുന്നതിനും പരാഗണകാരികളെ നിലനിർത്തുന്നതിനൊക്കെ ജൈവ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കുന്നതിനുമൊക്കെ ഈ ജീവികൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളവരാണ്. അതുപോലെ തന്നെ കടലിലെ ചില മത്സ്യങ്ങൾക്ക് ചൂട് ആവശ്യം വരും വർധനവിനായിട്ട്. അത് ഈ വേനൽക്കാലത്താണ് അവർക്ക് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ റോബിൻ, കുയിൽ, അങ്ങാടിക്കുരുവി പോലെയുള്ള മിക്ക പക്ഷികളുടെയും ഒരു പ്രജനന കാലമാണ് ഈ സമ്മർ എന്ന് പറയുന്നത്. കഠിനമായ ചൂടിലും വിരിയുന്ന ബോഗൺ വില്ലകൾ, നമ്മുടെ മതിലുകളിലൊക്കെ പടർന്നു കയറുന്ന പല വർണ്ണങ്ങളിലുള്ള ബോഗൺ വില്ലകൾ, ദ ഫ്ലവേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പൂക്കൾ വിടർന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വേനൽ. അത് വേനലിന്റെ അനുഗ്രഹമാണ്. അത് നമുക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തുങ്കമാ മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധികം സ്വർണമായി തീരും മുൻപേ എന്ന് മലയാളക്കരയെ ഒരു കഥ പറഞ്ഞ് കരയിപ്പിച്ച വൈലോപ്പള്ളിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല വേനലിന്റെ സമയത്ത്, അല്ലെ? അങ്ങനെയുള്ള ഒരു മാമ്പഴക്കാലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആ കവിക്ക് സാധിച്ചിരുന്നു. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ഒരു പിഞ്ചുകുഞ്ഞിന്റെ പ്രകൃതിയോടുള്ള ബന്ധത്തെ അതിമനോഹരമായി വർണ്ണിച്ച ആ കവിത. പക്ഷേ ഇന്നിപ്പോ അത് നമുക്ക് സാധ്യമല്ല. കാരണം കുട്ടികളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ കളിക്കാൻ വിടരുതെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കുട്ടികളെ വിടാൻ പാടില്ലെന്നാണ്. പകരം ഈ വേനലിൽ കുട്ടികൾക്ക് ഒരു റിട്രീറ്റ്, ഒരു വിശ്രമവേളയായി നമുക്ക് മാറ്റാനുള്ള അവസരമുണ്ട്. സമ്മർ ഈസ് ദ ടൈം ഫോർ റിട്രീറ്റ്, നോട്ട് ഓൺലി ഫോർ ചിൽഡ്രൻ, ഈവൻ ഫോർ എൽഡേഴ്സ്. അത് കുട്ടികൾക്ക് പുതിയ അവസരങ്ങളെ ഉണ്ടാക്കും, പുതിയ സ്കിൽസുകളെ വളർത്തിയെടുക്കാൻ, ഒരു സംഗീതോപകരണം പഠിക്കാൻ ഒക്കെയുള്ള അവസരമായി വേനൽ മാറുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരു ഇടവേളയായി ഈ ഒരു അവസരം വിനിയോഗിക്കാൻ പറ്റും. കാരണം മനുഷ്യന് ഒരു റിട്രീറ്റ് വളരെ അത്യാവശ്യമാണ്. അവനവനിലേക്ക് നോക്കാൻ, അവനവന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഉള്ള ഒരു സുമുഹൂർത്തമായിട്ട് നമുക്ക് വേനലിനെ കാണാൻ പറ്റും. അതുപോലെ വേനൽ നമുക്ക് മറ്റൊരു അനുഗ്രഹം കൂടി തരുന്നു. സമ്മർ ഇംപ്രൂവ്സ് ദ അഡാപ്റ്റേഷൻ സ്കിൽസ്. വേനൽക്കാലം കേവലം ഒരു കാലാവസ്ഥ മാറ്റം മാത്രമല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? അത് മനുഷ്യരിലും പ്രകൃതിയിലും പൊരുത്തപ്പെടാനുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു. അഡാപ്റ്റേഷൻ സ്കിൽ. രാജസ്ഥാനിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ പറ്റും അവരെ എങ്ങനെയാണ് പ്രകൃതിയോട് വളരെ തന്മയീഭാവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പെരുമാറുന്നത്. ആ പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതചര്യകളിലും മാറ്റം കൊണ്ടുവന്ന് എങ്ങനെയാണ് ഒരു മരുഭൂമിയിൽ നീരുറവ അവർ കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. വളരെയധികം ടഫ് ടൈംസ് ആണ് നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരു പുതിയ ഒരു സർവൈവൽ സ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ ഓപ്പർച്യൂണിറ്റീസ് അത് ഉണ്ടാക്കുന്നു. സോ സമ്മർ ഇംപ്രൂവ്സ് ദ അഡാപ്റ്റേഷൻ സ്കിൽസ്. അതുപോലെ തന്നെ
മനക്കരുത്തും ക്ഷമയും, മെന്റൽ റെസിലിയൻസ് ആൻഡ് പേഷ്യൻസ്. നമുക്കറിയാം, മനുഷ്യർ എന്നും പ്രകൃതിയിലേക്കാണ് അവരെ കരുത്തരാക്കാൻ വേണ്ടി കടന്നുപോയിട്ടുള്ളത്. പർവ്വതം കയറുന്നവരായാലും പല പല അഡ്വഞ്ചറസ് സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരായാൽ എല്ലാവരും തന്നെ അവരെ ശക്തമാക്കാൻ വേണ്ടി പ്രകൃതിയിലേക്കാണ് ഇറങ്ങിപ്പോയത്. വൈ ഡു മെൻ ക്ലൈം മൗണ്ടെയിൻസ്? എന്തിനാണ് പർവ്വതങ്ങൾ കയറുന്നത്? ചില സന്ദർഭങ്ങളിൽ അവരുടെ വിൽ പവർ, അവരുടെ പെർസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഫോർബിയറൻസ് ഒക്കെ വളരെയധികം ശക്തമാക്കുന്നതിന് പ്രകൃതി നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ മെന്റൽ റെസിലിയൻസ്, ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് എനി സർക്കംസ്റ്റാൻസസ്, അത് നമ്മളെ പഠിപ്പിക്കാൻ പ്രകൃതി നമ്മളെ സഹായിക്കുന്നു. അതാണ് ഈ ഋതുക്കൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം. അതുപോലെയാണ് ഈ വേനൽ, ഈ കഠിനമായിട്ടുള്ള പരാതികളുടെ ഇടയിലും വേനൽ നമുക്ക് തുറന്നു വയ്ക്കുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. വേനൽക്കാലം ഇന്ന് കൂടുതൽ കഠിനമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില റിഫ്ലക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എ ടൈം ടു ലുക്ക് ഡീപ്പ് വിത്തിൻ. എക്സ്ട്രീം ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഇത് നമ്മളുടെ ഇന്റർവെൻഷൻ എത്രത്തോളം ആയിട്ടുണ്ട്? നമ്മുടെ ആഗ്രഹങ്ങളുടെ തീഷ്ണതയാണോ ഇതിന് കാരണമായത്? ചിത്രപട കഞ്ചുകം നീക്കി നമുക്ക് വളരാൻ മുലപ്പാല് തന്ന് അനുഗ്രഹിച്ച ഭൂമിയെ അവളുടേതായ രീതിയിൽ സഞ്ചരിക്കുന്നതിൽ നിന്നും നമ്മൾ മാറ്റുന്നുണ്ടോ? ആർ വി ഇന്റർഫിയറിംഗ് ദ പ്രോസസ് ഓഫ് ദ ലൈഫ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ വേനൽ. പ്രകൃതി അത് എത്രത്തോളം ബാധിച്ചു? നമ്മൾ അറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയുടെ ഈ ഒരു സമതുലിതാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ എന്ന ഒരു അന്വേഷണം, എന്നൊരു ആത്മവിശകലനം നടത്താനുള്ള ഒരു സന്ദർഭമാണ് ഇത്. എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത്? വളരെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യാനും, അതുപോലെ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം എന്നതിനെ പറ്റിയും ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിബിലിറ്റിയെ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ വെട്ടിത്തെളിക്കാമെന്ന് നമുക്ക് ഈ വേനൽക്കാലം അവസരമുണ്ടാക്കി തരും. അതുപോലെ തന്നെയാണ് വേനൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന മറ്റൊരു കാര്യമാണ് ദ ബ്യൂട്ടി ഓഫ് ദ ലൈഫ് ലൈസ് ഇൻ കോൺട്രാസ്റ്റ്. ഇറ്റ് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് സമ്മർ ദാറ്റ് അലൗസ് us to truly appreciate it and enjoy its cooling opposite. വൈരുദ്ധ്യങ്ങളുടെ സൗന്ദര്യമാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. വേനൽക്കാലം എന്ന അതിതീവ്രത ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ നേർവിപരീതമായ തണുപ്പിനെ ഇത്രയധികം ആസ്വദിക്കാൻ കഴിയുന്നത്. അതങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു പൂവിനെ ആസ്വദിക്കുമ്പോഴും അപ്പുറത്തൊരു മുള്ള് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആയാലും എല്ലാത്തിൻ്റെയും ഒരു കോൺട്രാസ്റ്റ് നമ്മളിലുണ്ട്, ഒരു ദ്വന്ദ്വഭാവം. ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഭാവമാണത്, ദ്വന്ദ്വമായിട്ടുള്ള ഒരു അവസ്ഥ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മൾ വന്ന് വെള്ളത്തിലൊന്ന് മുഖം കഴുകുമ്പോൾ ആ വെള്ളത്തിന്റെ കുളിർമ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായി കാണാൻ വേണ്ടി പറ്റും. എന്തൊരു കുളിർമയാണ്! വെള്ളത്തിന്റെ പ്രാധാന്യം ഇത്രത്തോളം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന മറ്റൊരു കാലമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപാട് നമ്മൾ വെള്ളം കുടിക്കുന്നു, അത് നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. വെള്ളത്തിന്റെ പ്രാധാന്യത്തെ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങളുടെ സൗന്ദര്യത്തെ, സൂര്യന്റെ കത്തിജ്വലിക്കുന്ന രശ്മികളാൽ നമ്മളെ പുണരുമ്പോഴും അതിനപ്പുറം നമുക്കൊരു തണലും ഈ സമ്മർ ഒരുക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് കാണാൻ സാധിക്കണം. ലെറ്റ് us try to look at the brighter side of everything എന്നുള്ളതാണ്. വളരെ
ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ എന്തിനേയും സമീപിക്കുമ്പോൾ അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യത്തെ, ആ ഒരു മായിക ശക്തിയെ, സൗന്ദര്യം എന്ന് പറയുന്നത് ആ ഈശ്വര ചൈതന്യം തന്നെയാണ്, ആ ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോഴാണ് ഏതൊരു സാഹചര്യവും നമുക്ക് അനുകൂലമായി വരുന്നത്. ആ അനുകൂലതയിലാണ് നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നത്. പരാതികളിൽ നിന്നും മാറി കൃതജ്ഞതയോടുകൂടി നമ്മൾ ഈ പ്രകൃതിയെ സമീപിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം വേനലിൽ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പ്രകൃതിയോട് നമുക്ക് ഒരുപാട് കടമകളുണ്ട്. അത് നിറവേറ്റാനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇത്. പക്ഷികൾക്ക് വെള്ളം നമുക്ക് പാത്രങ്ങളിൽ വയ്ക്കാം. അവർക്കും ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ us ടു എക്സ്പാൻഡ് ourselves ടു ദിസ് യൂണിവേഴ്സ്, അല്ലെ? ഭൂമിയോട്, ഈ പ്രപഞ്ചത്തോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് ഐ ആം ആൾസോ ദ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് ആൻഡ് നേച്ചർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുക. മരം നട്ടുപിടിപ്പിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ നീന്തൽ വളരെ നല്ല ഒരു ശാരീരികമായിട്ടുള്ള ഒരു അഭ്യാസമാക്കി മാറ്റി തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടം. ശരീരത്തിന് ഉന്മേഷം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കാലഘട്ടം. മനുഷ്യന് യാതൊരു ബോറടിയും ഇല്ലാതെ കാലം പല പല വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാക്കി തരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. വി ക്യാൻ ബി മോർ ഇൻഡോർ. നമ്മുടെ ഫാമിലിയോടൊന്നിച്ചൊക്കെ ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാനുള്ള അവസരം കൂടിയാണിത്. പക്ഷേ സമ്മറിലും പണിയെടുക്കുന്നവരുണ്ട്. അവർക്കും പണി എടുക്കുകയും വേണം, അതുപോലെ തന്നെ വിശ്രമവും ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിശ്രമത്തിനുള്ള സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ടൈം ഫോർ us to go to hill station and spend some time. We can have kind of sojourn where we can be with us. അങ്ങനെയുള്ള ഒരു അവസരം കൂടി നമുക്ക് വേനൽ പ്രദാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാചകത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. മാമ്പഴ പുളിശ്ശേരിയൊക്കെ തന്നെ സമ്മറിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണെന്ന് തോന്നുന്നു. മാമ്പഴം കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം. അതുപോലെ തന്നെ വേനലിൽ ആകാശം വളരെയധികം തെളിഞ്ഞു കാണുന്നുകൊണ്ട് നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടി പറ്റിയ ഒരു സന്ദർഭം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലെ നമ്മുടെ ഇന്റീരിയർ ഡെക്കറേഷനെ വളരെയധികം മാറ്റി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. വി ക്യാൻ പ്ലാന്റ് സെവറൽ തിങ്സ് ഇൻസൈഡ്. നമുക്ക് അതിന്റെ ഒരു മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടം. അതുപോലെ ജലസംരക്ഷണത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. ലേണിംഗ് വാട്ടർ ലിറ്ററസി. വൈ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വൈ ഷുഡ് വി പ്രൊട്ടക്റ്റ് ഇറ്റ്, അതിനുള്ളൊരു സമയമാണ്. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പഴയ കിണറുകൾ വൃത്തിയാക്കാനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനുള്ള വഴികൾ ആലോചിക്കാനും ഒക്കെയുള്ള ഒരു പറ്റിയ സമയം കൂടിയാണ് ഈ സമ്മർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ വേനലിനെ, ആ വേനലിന്റെ നന്മകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വേനൽ ചൂടിൽ നിന്നും വേനൽ തണലിലേക്ക് നമുക്കൊന്ന് ചേക്കേറാം. അതിജീവനത്തിന്റെ പുതിയ തലങ്ങളെ വളർത്തിയെടുക്കാം. അങ്ങനെ സാഹചര്യങ്ങളുമായി പോരാടാതെ വിവേകത്തോടെ എല്ലാത്തിനെയും ഒന്ന് സമീപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയത്തെ പറ്റി നമുക്കൊരു അല്പസമയം ധ്യാനിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് നിവർന്നിരുന്ന് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യാതൊരു ബലം പിടുത്തങ്ങളുമില്ലാതെ പ്രകൃതിയിൽ നടക്കുന്നതിനെ എങ്ങനെയോ അങ്ങനെ നമുക്ക് സ്വീകരിക്കാം. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തിളക്കത്തിലേക്ക് നമുക്ക് നോക്കി സന്തോഷിക്കാം. കർമ്മസാക്ഷിക്ക് സ്വസ്തി പാഠം. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയായ സൂര്യൻ ഭൂമിയിൽ
ജീവന്റെ ഉന്മത്ത നൃത്തം നിന്റെ കാരുണ്യമാണ്. നന്ദി, നന്ദി. ഋതുചക്രങ്ങൾ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് സഹായിക്കുന്നതാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ പ്രപഞ്ചശക്തിയുടെ തീരുമാനങ്ങൾക്ക് നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ആഗ്രഹങ്ങളുടെ തീക്ഷ്ണത നമ്മളെ ചൂടുപിടിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു ആത്മവിശകലനം നടത്താം. ആവശ്യങ്ങൾക്കപ്പുറം എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചലിൽ പ്രകൃതിയുടെ താളഭ്രംശത്തിന് നാം കാരണക്കാരാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം. വേനലിന്റെ വെയിൽച്ചിരിയിൽ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന ജലം തരുന്ന കുളിർമയ്ക്ക് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിന്റെ ദ്വന്ദ്വാവസ്ഥകളിൽ നമുക്ക് സമതുല്യത കൈവരിക്കാം. ഒരല്പസമയം നമുക്ക് നമ്മളിലേക്ക് തിരിയാനുള്ള അവസരമാക്കി ഈ വേനൽ നിമിഷങ്ങളെ മാറ്റാം. പരാതികളെ മാറ്റിവെക്കാം. ഇലകൾ പൊഴിയുന്നത് തളിരിലകൾ തളിർക്കുവാനാണ്. ഋതുഭേദങ്ങളുടെ സന്തോഷങ്ങളും സന്താപങ്ങളും ഏകഭാവത്തോടെ ഉൾക്കൊള്ളാൻ സ്വയം പ്രാപ്തരാകുകയാണ് ചെയ്യേണ്ടത്. കണിക്കൊന്നയുടെ അരമണി കിലുക്കി പുല്ലാങ്കുഴലൂതുന്ന മന്ദമാരുതനെ നമുക്ക് അനുഭവിക്കാം. മെയ് മാസ പുഷ്പങ്ങളാൽ കവിത രചിക്കാം. ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തി കാലം കടന്നു പോകുമ്പോഴും മുള്ളിലെ പൂവിനെ, അത് കരുതി വച്ച ജലാംശത്തെ നമുക്ക് പ്രകീർത്തിക്കാം. യജമാനനാവാൻ നോക്കാതെ, എന്നാൽ ദാസനാവാതെ, ആരുടെയും പുറകെ പോവാതെ നമുക്കൊന്നിച്ചു പോവാം. കുളിരും ചൂടും വർഷവും കാലത്തിന്റെ വേഷപ്പകർച്ചകളാണെന്നറിഞ്ഞ് അതിൽ സൗന്ദര്യത്തെ ദർശിച്ച് ഇന്നിൽ ജീവിക്കാം. മരുഭൂമിയിൽ നീരുറവ കണ്ടെത്തുന്ന ശുഭാപ്ത വിശ്വാസികളായി നമുക്ക് മാറാം. ഇനി നമുക്ക് വേനൽ ചൂടിൽ നിന്നും വേനൽ തണലിലേക്ക് മാറിയിരിക്കാം. ഇപ്പോൾ നമുക്ക് വേനലിന്റെ സ്പർശം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാം. ചൂടിന്റെ തീവ്രതയിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവന്റെ ഉണർവ് നമുക്ക് മനസ്സിലാക്കാം. സൂര്യന്റെ ഓരോ കിരണവും ഭൂമിയെ ഉണർത്തുന്നത് പോലെ നമ്മുടെ ഉള്ളിലെയും ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തുന്നുവെന്ന് നമുക്ക് അനുഭവിക്കാം. വെയിലിന്റെ കഠിനത നമ്മെ ക്ഷീണിപ്പിക്കുന്നത് പോലെ തോന്നുമ്പോഴും അതേസമയം അത് നമ്മെ സഹനശീലികളാക്കി മാറ്റുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. ചൂടിനെതിരെ നിഴൽ തേടുന്ന പോലെ ജീവിതത്തിൽ സമതുലിതാവസ്ഥ തേടാനുള്ള പ്രചോദനവും വേനൽ നമുക്ക് നൽകുന്നു. നനവില്ലാത്ത മണ്ണ് ആദ്യ മഴത്തുള്ളിയെ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ഒരു ശാന്തതയുടെ നിമിഷത്തെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ പോലും ഒരു സൗന്ദര്യമുണ്ട്. ആ പ്രതീക്ഷയിൽ ഒരു ജീവനുണ്ട്. കാറ്റില്ലാത്ത നിശ്ചലമായ ഉച്ചകളിൽ പോലും പ്രകൃതി ഒരു ഗഹനമായ നിശബ്ദതയിൽ നിൽക്കുന്നു. ആ നിശബ്ദതയിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാം. അത് നമ്മെ വഴി നടത്തുന്ന ഒരു അന്തർധ്വനിയാണ്. വേനലിൽ വൃക്ഷങ്ങൾ തളരുന്നില്ല. അവ അവരുടെ വേര് കൂടുതൽ ആഴത്തിലേക്ക് നീട്ടുന്നു. അതുപോലെ തന്നെ വെല്ലുവിളികളിൽ നമുക്കും നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി നിലകൊള്ളുന്നത്. ചൂടിൽ ഉണങ്ങിയ ഇലകൾ പോലും മണ്ണായി മാറി പുതിയ ജീവനെ വളർത്തുന്നു. അതുപോലെ നമ്മുടെ അനുഭവങ്ങളും എത്ര കഠിനമായാലും നമ്മെ കൂടുതൽ സമ്പുഷ്ടരാക്കുന്നവയാണ്.
അവയെ നിഷേധിക്കാതെ സ്വീകരിക്കുമ്പോൾ അവയിൽ നിന്നും പുതിയ ബോധ്യങ്ങൾ ഉദിക്കുന്നു. വേനലിന്റെ വെളിച്ചം എല്ലാം തുറന്നു കാട്ടുന്നത് പോലെ നമുക്ക് നമ്മൾ സത്യസന്ധമായി കാണാൻ ധൈര്യം തേടാം. മറക്കാൻ ഒന്നുമില്ലാത്ത ഒരു സുതാര്യതയിൽ ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം. ഒരു ചെറുതണലിന്റെ വില വേനലിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകൂ. അതുപോലെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾക്കും നമുക്ക് കൂടുതൽ നന്ദിയുണ്ടാകാം. ഒരു കാറ്റിന്റെ സ്പർശം, ഒരു തുള്ളി വെള്ളം, ഒരു സ്നേഹവാക്ക്, ഇവയെല്ലാം അമൂല്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ വേനൽ നിമിഷങ്ങളെ ഒരു ഭാരമായി കാണാതെ ഒരു അധ്യാപകനായി കാണാം. അത് നമ്മെ ക്ഷമയും സമതുലിതാവസ്ഥയും നന്ദിയും പഠിപ്പിക്കുന്നു. ഈ ചൂടിനിടയിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു തണലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ആ തണൽ നമ്മുടെ ശാന്തതയാണ്. ആ ശാന്തതയിൽ നമുക്ക് വിശ്രമിക്കാം. ശുഭഭാവന വളർത്തിയെടുക്കാം. ബി ഒപ്റ്റിമിസ്റ്റിക്. ബി ഒപ്റ്റിമിസ്റ്റിക്. മൈൻഡ് പ്ലസിന്റെ പുലരിയിൽ എല്ലാത്തിലും നന്മ മാത്രം കാണാനുള്ള ജ്ഞാനം ആർജിച്ചുകൊണ്ട് 3 എന്ന് പറയുമ്പോൾ നിറഞ്ഞ അവബോധത്തോടെ ഉണർന്ന് 2 എന്ന് മന്ത്രിക്കവേ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് 1 എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നായ ജീവിത വ്യവസ്ഥയ്ക്ക് നമസ്കരിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറന്ന് വീഡിയോയിൽ വരാൻ പറ്റുന്നവർക്കെല്ലാം വീഡിയോയിൽ വന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമസ്കാരങ്ങൾ പറയാം. എല്ലാവർക്കും നന്ദി.